അപ്പോൾ പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിലൊരു പ്രധാന വേഷം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ? പ്രധാന വേഷം എന്ന് പറഞ്ഞാൽ പ്രധാന വേഷം ഉണ്ണിരാജാണ്, ഉണ്ണിയേട്ടനാണ്. അദ്ദേഹത്തിന്റെ മാമന്മാരിൽ ഒരാളാണ്. പ്രധാന മാമനാണ്. പ്രശ്നക്കാരനുണ്ടാക്കുന്ന ആളാണ്. പ്രശ്നക്കാരാണ് അദ്ദേഹത്തിന്റെ ഒരു തലവിധി. അങ്ങനെയാണ് ഈ സിനിമയിൽ മാമന്മാരൊക്കെ പ്രശ്നക്കാരാണ്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് നിങ്ങൾ പലവരും ഇതിനുമായി ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞു, ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റ് പ്രമുഖരൊന്നും ഇതിനെ കുറിച്ചൊന്നും പറയുന്നത് കേട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ കേട്ടിട്ടില്ല. മുഖ്യമന്ത്രി വരെ കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റി സംസാരിച്ചു. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു ഈ സിനിമയെ പറ്റി? പിന്നെ ഭയങ്കരമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഞാനത് കഴിഞ്ഞ ദിവസം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കുമ്പോൾ അത് എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് കാണിക്കില്ലേ? അത് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. വാസ്തവത്തില് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിലപാടുണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനാണല്ലോ ഈ പുഷ്പാങ്കദൻ എന്ന് പറയുന്നത്. 46 വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വിവാഹം അദ്ദേഹത്തിന് നടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ജോസ് കൂട്ടക്കര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇതിൻ്റെ ചെലവൊക്കെ വഹിച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഇത് ഇല്ലാതാക്കി കളയണമെന്ന നിലപാടുമായിട്ട് ചില ആളുകൾ വന്നിട്ടുണ്ട്. അവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, 16-ാം തീയതി പുഷ്പാങ്കദന്റെ സ്വയംവരം നടക്കും കേട്ടാ. ബാലോകര് മുഴുവൻ അതിന് അനുകൂലമായിട്ടാണല്ലോ നിൽക്കുന്നത്. എന്താണ് പ്രതിപക്ഷത്തിന് ഇത്ര വാശി നടത്തില്ല എന്നുള്ളത്? അത്തരം കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടാ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് താല്പര്യം. പക്ഷെ പ്രതിപക്ഷം നല്ല കട്ടക്ക് തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിന്റെ അടുക്ക് പുഷ്പാങ്കദനെ പറ്റി സംസാരിച്ചു. അത് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു വിഷയമല്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇതെങ്ങനെയൊക്കെ നടന്നു കാണണമെന്നുള്ള ഒരു താല്പര്യത്തിൽ നിൽക്കുന്ന ആളുകളാണ്. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ പുഷ്പാങ്കദൻ വളരെ ഇൻഫ്ലുവൻസറായിട്ടുള്ളൊരു വ്യക്തിയാണ് സൊസൈറ്റിയിൽ. അങ്ങനെയുള്ള വ്യക്തി ഇങ്ങനെ നിന്ന് ഒരു മരം പോലെ ആയിപ്പോകുന്ന ഞങ്ങളൊക്കെ ഇങ്ങനെ ബേജാറായി നിൽക്കുമ്പോഴാണ് ജോസ് കൂട്ടക്കര എന്ന് പറയുന്ന ഒരാൾ, സുരേന്ദ്രൻ പയ്യാരിക്കൽ എന്ന് പറയുന്ന വേറൊരാൾ, അതേപോലെ തന്നെ അഷറഫ് പാലായി എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ വന്ന് പന്തലും ഭക്ഷണവും എല്ലാം അവരെ നേതൃത്വത്തിൽ അങ്ങ് നടത്തുകയാണ് അവൻ്റെ കല്യാണം. അതുകൊണ്ട് ഞങ്ങൾ ഇതിന് അനുകൂലമാണ്. എല്ലാ തരത്തിലുള്ള ആശംസകളും ഞങ്ങളെ ഭാഗത്തുനിന്നുണ്ടാകും. ഭരണ പ്രതിപക്ഷം എന്നുള്ളൊരു വ്യത്യാസമേ ഈ കല്യാണത്തിനില്ല. പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം അടിച്ച് പൊളിക്കുക തന്നെ. അപ്പോൾ ഒരുമിച്ചുണ്ടാവും. പിന്നെ ആര് പറഞ്ഞു? പിന്നെ ന്യൂസ് അവറിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മളെ ചർച്ചയോട് ചർച്ച. പുഷ്പാങ്കദൻ എന്ത് ചെയ്തിട്ടാണ് ഞാൻ അറിയില്ല കേട്ടോ. ഈ അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ഇങ്ങനെ അദ്ദേഹം എല്ലാം പിന്നെ ഞാൻ ഞെട്ടിപ്പോയി പുള്ളിന്റെ വർത്തമാനം കേട്ടപ്പോ. പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, നമുക്ക് അറിയുന്ന കേട്ടോ. വലിയ സംഗതിയാണ്, വലിയ ഗുരുവരൻ. എത്രയോ വർഷമായിട്ടും വളരെ പാവപ്പെട്ടുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ് പുഷ്പാങ്കദൻ. അദ്ദേഹത്തിന്റെ അപ്പൻ അവർ ഒരു കുടിയേറ്റ കർഷക ഫാമിലി ആയിരുന്നു വയനാട്ടിൽ. എന്തോ അദ്ദേഹം ഇങ്ങനെ നിന്നുപോയി. വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ഫാമിലിയാണ് അദ്ദേഹത്തിന്റെ അപ്പനും അപ്പനൊക്കെ. ഏകദേശം കൊല്ലവർഷം 1886, എനിക്ക് തോന്നുന്നത് 1981 ആ വർഷത്തിലൊക്കെ അവിടെ കുടിയേറ്റം തുടങ്ങുന്ന ഒരു സമയത്ത്. അന്ന് ഈ പുഷ്പാങ്കദന്റെ അച്ഛനും എല്ലാവരും കൂടി ചേർന്ന് അവിടെ കുറച്ച് ഭൂമിയൊക്കെ വാങ്ങിച്ച് അവിടെ താമസിച്ചു. ഇദ്ദേഹത്തിന്റെ വിവാഹം നടന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വരുന്ന 16-ാം തീയതി, ജനുവരി 16-ാം തീയതി അദ്ദേഹത്തിന്റെ വിവാഹം ജോസ് കൂട്ടക്കര എന്ന് പറയുന്ന ഒരു വലിയ മുതലാളി, അതിലും മനസ്സിന് ഉടമയാണ്. അദ്ദേഹമൊക്കെ ചേർന്ന് ഒരു സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളൊക്കെ അദ്ദേഹത്തിന് പിന്നിലുണ്ട്. സുരേന്ദ്രൻ പയ്യാരിക്കല്ല, അത് അക്ഷരപ്പത്ത് എന്ന് പറയുന്നത്, അവരൊക്കെ ചേർന്നിട്ട് വലിയൊരു വിവാഹം മാവാങ്ക വാങ്ങി നടത്തുകയാണ്. പക്ഷേ ഞാൻ വിചാരിച്ചത് വലിയൊരു സാധാരണ വിവാഹിക്കുന്നതല്ല, വലിയ രീതിക്കുള്ള ഒരു സ്വയംവരമാണ്, ഭയങ്കര സ്വയംവരമാണ്. ആ കല്യാണ കത്ത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. എല്ലാവരും ഈ ഒരു സ്വയംവരം കാണണമെന്നുള്ളതാണ്. പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം ഇവരുടെ 16-ാം തീയതി. ഞാനെന്തായാലും പോട്ടു, നിങ്ങൾ വരുന്നില്ലേ? പോകണം, നമുക്ക് എല്ലാവർക്കും പോകണം. നിങ്ങൾ ഉണ്ടാവോ? തലേദിവസം പോയാലോ? തലേദിവസം പോകണം. തലേദിവസം പോയാലേ ഈ മാവന്മാരുടെ കോപ്രായങ്ങളൊക്കെ കാണാൻ പറ്റും. വലിയ ചർച്ചയാണ്. എന്റെ 5 ചാനലിൽ വിളിച്ചിട്ടുണ്ട് പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ 5 ചാനലിൽ ഒരുമിച്ചിരുന്ന് ലൈവ് കൊടുക്കും. അത് അങ്ങനെ ചെയ്യും. അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് പോവാം. താങ്ക് യു.